ഹായ് ഫ്രണ്ട്സ്, PSC ബുള്ളറ്റിൻ്റെ മെയ് മാസത്തെ സെക്കൻഡ് എഡിഷനിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രവോസ്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി. മയക്കുമരുന്ന് കടത്തലുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കൂടുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. ലേബർ പാർട്ടി നേതാവായി ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡറിക് മെർസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനമേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി. ആഫ്രിക്കൻ രാജ്യമായ അംഗോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെൻസോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ജോൺ F. കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. 1970 സോവിയറ്റ് യൂണിയൻ ശുക്ര പര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. സമർ അബു എലോഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം. 2 കൈകളും മറ്റുപോയ പാലസ്തീൻ ബാലനായ മഹമ്മൂദ് അജോറിൻ്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്തിലെ ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPLൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഭാഗ്യചിഹ്നം ഗജസിംഹ. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ജംഷഡ്പൂർ FCയെ എതിരില്ലാതെ 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോക്കോ ഗാഫിനെയാണ് ബെലോറസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. പുരസ്കാരങ്ങൾ. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലുപതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ P. രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം K. ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം K. ജയകുമാറിന്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം ആപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഗ്ഡെക്ക്. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം.
ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ കോമതി ചിദംബരം അന്തരിച്ചു. താങ്ക് യു ഓൾ.